ഞാൻ നോക്കുമ്പോ നല്ല നല്ല പൊളപ്പൻ ഈ മത്തി അടുക്കിയിട്ടിരിക്കുന്ന പോലെ നല്ല മതാമാർ ഇങ്ങനെ കിടക്കും. നമ്മൾ ആദ്യമായിട്ട് കാണുക. ഇത്രയും സൗന്ദര്യമുള്ളവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. നീന്തറിയാത്ത ഞാൻ ഈ സോപ്പും ചെരുപ്പും ടവലുമായിട്ട് കിടന്ന് പതച്ച് നീന്തി അവസാനം ഒരു മതാമ വന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് ശ്വാസമൊക്കെ നൽകി. അതൊരു അനർഘ നിമിഷമായിരുന്നു. അത് അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായത് മദാമ എന്നെ രക്ഷിക്കുകയും എന്റെ പണി പോകുകയും നല്ല സമയം നടന്നു. ഇപ്പൊ തൽക്കാലം അത്യാവശ്യമുള്ളൊരു പണി ഈ ആകാശമോഷ്ടത്തിന് ചാടുന്ന പണിയാന്ന് പറഞ്ഞു. ഞാനൊരു തെങ്ങെ പോലും കയറാത്തൊരു മാവേന്ന് വീഴാത്ത ഞാൻ അവസാനം പ്ലെയിനിൽ നിന്ന് ചാടുന്ന പണിയെടുത്ത് ജീവിക്കുന്നു. ഈ ബെനഫാക്ടേഴ്സ് ഒക്കെ വരുമല്ലോ മദാന്മാരൊക്കെ. അപ്പൊ നമ്മൾ ഇവരൊക്കെ എങ്ങനെയാ നമുക്ക് മിണ്ടാൻ പറ്റുക എന്നുള്ള ആഗ്രഹിച്ചിരുന്നു. ഞാൻ അവസാനം സഹധർമ്മിണിയായിട്ടൊരു മദാമ്മയെ കൈക്കലാക്കി എന്നുള്ളതാണ്. അമേരിക്കയിൽ നമ്മുടെ സ്വപ്ന നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം മനോഹരമായിരിക്കും. ഇതൊരു അമ്പര ചുംബികളുടെ നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് കരുതിയാൽ ഞാൻ അവിടെ ചെല്ലുന്നു. പക്ഷെ ഇതൊരു അമേരിക്കയിലെ അട്ടപ്പാടിയായ അലബാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചെന്ന് എത്തിയത്. അപ്പൊ ഞാൻ ഓർത്തു ഇതിലും ഭേദം അതിരുമ്പോൾ തന്നെയായിരുന്നു ഓർത്ത നിമിഷങ്ങളുണ്ട്. ആലഞ്ചേരിയുടെ അലനും മത്തായിയുടെ മാറ്റേഴ്സും കൂടെ കൂട്ടി ഒരു പേരും കൂടെ ഉണ്ടാക്കി, അലൻ മാറ്റേഴ്സ്. അങ്ങനെയാണ് അലൻ മാറ്റേഴ്സ് ഉണ്ടാകും. ഹോട്ടലിലൊക്കെ പണിയെടുത്ത് നടന്ന് അച്ഛനാവാൻ പോകുന്ന ഒരാള് അമേരിക്കൻ സൈന്യത്തിലെത്തിയിട്ട് പോയിട്ട് വാറിലൊക്കെ പങ്കെടുക്കാന്നൊക്കെ പറയുന്നത് അസാധ്യമായൊരു കഥയാണ്. ഒന്നെങ്കിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ എടുത്ത് ഓടുക. അപ്പൊ നമ്മളത് പൂഴിക്കട 19ാമത്തെ അടവ് എടുത്ത് ഓടുകയാണ്. നോക്കിയപ്പോൾ അവിടെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ടായിരുന്നു, കുശിനിക്കാരൻ്റെ ആയിരുന്നു. അത് പുറകു വാതിലൂടെ ഒരു പായ്ക്കലായിരുന്നു. നിന്നെ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ഒരു വലിയ കെട്ടിടം ഏൽപ്പിക്കുന്നു. കെട്ടിടത്തെ ഞാൻ ഒരു ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ റെസിഡന്റ് മാനേജർ ആകുന്നു. പിന്നെ ഞാൻ ഒരു റോൾസ് റോയ്സ് ഒക്കെ ഉള്ള ഒരു പഴയ കുവൈറ്റി അച്ചായന. പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സാമ്രാജ്യം അവിടെ പടുത്തുയർത്തുന്നു. ചേട്ടാ പെട്ടെന്ന് വാ, രജനീഷ് വിളിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ ഈ സീസൺ ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തേടുന്നത്, ബിഗ് ബോസിന്റെ ആദ്യത്തെ പ്രൊമോ പുറത്തു വരുമ്പോൾ തന്നെ എല്ലാവരും ഒരു പേരുകാരനെ തേടുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അലൻ മാറ്റേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ മലയാളിയാണ്. അലൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും. പക്ഷേ യഥാർത്ഥ പേര് ശരിക്കും സിറിയക് ആലഞ്ചേരി എന്നാണ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ രാവിലെയാണ്. നിങ്ങളെ എല്ലാവരും തേടുകയാണല്ലോ. കണ്ടെത്തുന്നവനാണല്ലോ ആലഞ്ചേരി. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ. ഇത് നിങ്ങളെ വെച്ച് സിനിമ ചെയ്യാനുള്ള റൈറ്റ് പരിഗണിക്കുമ്പോൾ എന്നെ ആദ്യം പരിഗണിക്കണം. പറഞ്ഞ ഇനിയിപ്പം എനിക്ക് വാക്കുമാറ്റി പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും രജനീഷ് ആയിരിക്കും എന്റെ ജീവിത കഥ സിനിമയുടെ ഒരു റൈറ്റ്. പല റൈറ്റ് വേണ്ടി വരും. അതെ അതെ അതെ, ഒത്തിരി കഥകളുണ്ട്. എനിക്കിത് അത്ഭുതം എന്താന്ന് ചോദിച്ചാല്, ഈ സെമിനാരിൽ ചേരാൻ പോയ ഒരു മനുഷ്യൻ പോയിട്ട് അമേരിക്കൻ ആർമിയിൽ പോയിട്ട് വാറിൽ പങ്കെടുക്കുന്നു. രണ്ട് എക്സ്ട്രീമാണ്. ഇതെങ്ങനെ സാധിക്കണേ? അതായത് 360 ഡിഗ്രി ടേൺ എന്ന് പറയും. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സെമിനാരി പഠനം. ഇതിന് ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ കർഷക കുടുംബത്തിൽ പിറന്ന് അവിടെ നിന്ന് ലോകത്തിൽ എന്തും കീഴടക്കാം, എന്തും ചെയ്യാന്നുള്ള ദൃഢനിശ്ചയം, ഇങ്ങനെ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. അത് മനസ്സിന്റെ മൈൻഡ് ഓവർ മാറ്റർ ഗെയിമാണ്. നമ്മളിപ്പം ഞാൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശുദ്ധനായിരിക്കുന്ന ബൈബിളിൽ പറയുന്ന പോലെ നമ്മൾ ചെറിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതവിടെ വലിയ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓൺലി തിങ് ഈസ് മനസ്സുറപ്പിക്കണം. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് രജനീഷിന്റെ ഈ ഇന്റർവ്യൂ പലരിലും കാണുമ്പോൾ ഇതുമായിട്ടൊന്ന് സംവാദിക്കണമല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് സാധിച്ചു. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും. പക്ഷെ ആ ഒരു ഡിറ്റർമിനേഷൻ വേണം. ഞാൻ കുറെ കാലം കൊണ്ട് തേടുന്നുണ്ടായിരുന്നു. സന്തോഷ് ജോർജ് ഉറങ്ങര അവതരിപ്പിക്കുമ്പോൾ മുതൽ ഈ മനുഷ്യൻ ആരാണ്, ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ, അത്യാവശ്യമൊക്കെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്കൊരു സംശയമുണ്ടേ. ഈ ഒരു സഭയിൽ ചേരാൻ പോകുന്നു, എന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 4 നിയമമൊക്കെ പാലിക്കണം എന്നുള്ളത് കൊണ്ട് 3 നിയമമുള്ള മറ്റൊരു സഭയിലേക്ക് ചാടിപ്പോവാണ്. ബുദ്ധി അപാരാണ്. സലേഷ്യൻ സഭയിൽ ചേർന്നപ്പം അവിടെ 4 വ്രതം. അപ്പൊ എന്റെ സിസ്റ്റർ ഇൻഡോറിലുണ്ടായിരുന്നു. ഇൻഡോറിൽ ചോദിച്ചപ്പോൾ അവിടെ 3 ഉള്ളൂ. എന്നാ പിന്നെ അങ്ങോട്ട് കാല് മാറിയാലും നമുക്ക് സംഭവം ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് ചാടി നോക്കിയതാ. പിന്നെ നമ്മൾ കാര്യമുണ്ട്, നമ്മൾ ചാടുമ്പം നമ്മൾ വെള്ളത്തിലോട്ട് ചാടരുത്. ഒരു വള്ളത്തെ നിന്ന് എടുത്ത് വെക്കുമ്പോൾ അടുത്ത വള്ളത്തെ വെച്ചിട്ട് ഞാൻ ചാടാറ്. അപ്പൊ നമ്മളെപ്പോഴും ഒരു ബാലൻസിങ് ആക്ട് ആണ്. പിന്നെ കുറെയൊക്കെ ഈ ഗുരുത്വം, ദൈവാധീനം എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ സത്യമുണ്ട്. നമ്മള് ശരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ആ രണ്ടാമത്തെ പഠന കാലഘട്ടത്തിൽ രാത്രി ശിവസേനക്കാര് പള്ളിയിലേക്ക് വരുകയോ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ആലഞ്ചേരി ഉണ്ടല്ലോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. സിനിമാറ്റിക് ആണ്. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ ശരിക്കും? ഞാൻ നോക്കിയിട്ട് അവിടുന്ന് ഫ്രണ്ടിൽ കൂടെ പോയാൽ അവിടെ വടിവാളിന് വെട്ടുന്ന കർഷകന്റെ പരിപാടിയാണല്ലോ, അറിയാം. വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ പരിപാടികളൊന്നും നടക്കില്ല. കേരളത്തിലെ പോലെ ഈ കല്ലേറും സമരമൊന്നുമല്ല. അവിടെ ആളെ തീർക്കുക. അപ്പോ അവരുടെ മത നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജനനേതാവിനെ കുറിച്ച് രണ്ടു വാക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞെന്ന് അവരുടെ ചെവികളിൽ എത്തിയപ്പോ പിന്നെ ഞാൻ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ സെൻസ് ചെയ്യാണ്. അത് നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിൽ നമുക്കൊരു ഒരു ഒരു ടെലിപ്പതിക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നമ്മൾ ഒന്നെങ്കിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ എടുത്ത് ഓടുക. അപ്പൊ നമ്മളത് കോഴിക്കട 19ാമത്തെ അടവ് എടുത്ത് ഓടുകയാണ്. അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ടായിരുന്നു. അത് കുശിനിക്കാരന്റെ ആയിരുന്നു. അത് പുറകു വാതിലൂടെ ഒരു പായ്ക്കലായിരുന്നു. പാലായനം. അതാണ് നമ്മുടെ അങ്ങനെ പലയിടത്തും ഓടിയിട്ടുണ്ട് കേട്ടോ. അടി കിട്ടാൻ നേരം നമ്മൾ ഇതൊരു അടി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരഘടന ഇങ്ങനെയൊക്കെ തന്നെ. നമ്മള് സന്തോഷ് പങ്കർ പറഞ്ഞ മെലിഞ്ഞ് വേരിന്റെ ഇടയിട്ട് വലിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടി കിട്ടാതെ അടി കിട്ടിയിരുന്ന പണ്ടേ തകർന്നു പോയത്. അതിനുശേഷം ഹോട്ടൽ ജോലിയാണ്. അതിലാണ് നമ്മുടെ ആദ്യത്തെ ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് അമേരിക്കയിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്ന ആ ഹോട്ടൽ ജോലികളുടെ തുടർച്ചയാണ്. അത് എത്ര ഹോട്ടലിൽ മാറി? ഹോട്ടൽ ജോലികൾ മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കയറിയത് വെറും കുവൈറ്റിലെ 70 KD, 73, 24, $240 ഇന്നത്തെ കാലത്ത് എത്രയാണോ അത്രയും. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ 70 KDക്ക് 14 റൂം ചെയ്യണം. 14 റൂം നമ്മൾ വൈപ്പ് ചെയ്ത് വൈറ്റ് ഗ്ലൗ ഇൻസ്പെക്ഷൻ ചെയ്ത് ഒത്തിരി പണിയുണ്ട്. അത് ബാത്റൂം മുഴുവൻ ക്ലീൻ ചെയ്യണം. വലിയ സ്വീറ്റ്സ് ആണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ പണി എന്റെ സൂപ്പർവൈസറിന് എന്റെ അത്രയും കൂടെ മുറി ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം ഈ പുള്ളി എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഈ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ നടന്ന് കുവൈറ്റിലെ എല്ലാ ഹോട്ടലിലും പോയി ഇന്റർവ്യൂ എടുത്ത് കാണുന്നവരോടൊക്കെ അനുനയ വിനയം നന്നായിട്ട് പെരുമാറി നമ്മൾ ഒരു ഇന്റർവ്യൂ അടിക്കുക എന്നുള്ളതാണ്. എവിടെ ചെന്നാലും നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ സെമിനാരിൽ പോയ കഥകൾ പറഞ്ഞ അവിടെ മിക്കവാറും ഗോവക്കാരൊക്കെ ഉണ്ടായിരുന്നു പേഴ്സണൽ മാനേജറിൽ. അപ്പൊ അവരോട് ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് നമ്മളങ്ങ് ധരിപ്പിക്കും. പിന്നെ നമ്മളോട് വർത്താനം പറയുമ്പോൾ മനസ്സിലാവും ഈ പുള്ളിയെ കൊണ്ട് നമുക്ക് ജോലികളൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് അടുത്ത ഹോട്ടലിലേക്ക് ഒരു 10 ദിനാർ കൂടുതൽ ചാടി. പക്ഷേ ഈ വിസ അടിക്കാനും പാടാ. ഗൾഫിലുള്ളവർക്ക് അറിയാം, ഇത് കേൾക്കുന്ന ഗൾഫിലുള്ള എല്ലാ പ്രവാസികൾക്കും അറിയാം. ചുമ്മാ പടപടയൊന്നും വിസ അടിക്കാൻ പറ്റിയല്ല. നമ്മൾ എക്സിറ്റ് അടിക്കണം, അവിടുന്ന് റിലീസ് കിട്ടണം. പക്ഷെ എന്റെ കാര്യത്തിൽ ഇതെല്ലാം 1 വർഷം 3 വിസ വരെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ടോട്ടലി ഇമ്പോസിബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കൈയാന്നാ ഞാൻ പറഞ്ഞത്. ആർക്കോ വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും അതെ. എന്നിട്ട് ആ ഹോട്ടലുകളിൽ നിന്ന് നമ്മുടെ ക്ലൈമാക്സ് നമ്മുടെ അമേരിക്കക്കാരിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ അതെ ഹോട്ടലിൽ ചാടി. അപ്പൊ അങ്ങനെ ഏതോ ഒരു ബാങ്ക്വറ്റ് പങ്കെടുത്തോണ്ടിരുന്നപ്പോ ഒരു കുവൈറ്റിയെ കാണുന്നു. ആ കുവൈറ്റ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു. അത് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ആ പുള്ളിയിലേക്ക് ഞാൻ നിന്നെ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ അവൻ എൻ്റെ ഒരു വലിയ കെട്ടിടം ഏൽപ്പിക്കുന്നു. അപ്പൊ ആ കെട്ടിടത്തെ ഞാൻ ഒരു ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ റെസിഡന്റ് മാനേജർ ആകുന്നു. പിന്നെ ഞാൻ ഒരു റോൾസ് റോയ്സ് ഒക്കെ ഉള്ള ഒരു പഴയ കുവൈറ്റി അച്ചായന. പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ ഒരു സാമ്രാജ്യം അവിടെ പടുത്തുയർത്തുന്നു. പിന്നെ അപ്പൊ അന്നാണ് ഈ ഇന്റർനെറ്റ് ഒക്കെ വരുന്ന കാലമാണ്. പണ്ടൊക്കെ നമ്മൾ എഴുത്തെഴുതിയാണ് പെൻ ഫ്രണ്ടിനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഡയലപ്പിലൂടെയാണല്ലോ നമ്മൾ ഒരാളെ കോൾ ചെയ്യുന്നത്. അന്ന് യാഹു ചാറ്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലം. യാഹു ചാറ്റ് ഉണ്ടായിരുന്നു, MSN, ഹോട്ട്മെയിലൊക്കെ ഇറങ്ങിയ കാലം എന്ന് ഓർക്കണം. 97 മുതലായിരുന്നു ഞാൻ കുവൈറ്റില്. അപ്പൊ ആ കാലത്തില് തപ്പിയെടുത്ത് പൊക്കിയെടുത്ത് ഒരു അമേരിക്കക്കാരിയെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നാട്ടിൽ കളത്തിൽ ഇറക്കി എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ നമ്മൾ സെമിനാരി വെച്ച് ആഗ്രഹിച്ചായിരുന്നു ഇറ്റലിയിൽ യൂറോപ്പിലൊക്കെ പോയി ഒന്ന് കറങ്ങണം. കാരണം അച്ഛന്മാരൊക്കെ അവിടുന്ന് വരുമ്പോൾ തായ്പമാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ബെനഫാക്ടേഴ്സ് ഒക്കെ വരുമല്ലോ, മദാന്മാരൊക്കെ. അപ്പൊ നമ്മൾ ഇവരൊക്കെ എങ്ങനെയാണ് നമുക്ക് മിണ്ടാൻ പറ്റുക എന്നുള്ള ആഗ്രഹിച്ചിരുന്നത്. ഞാൻ അവസാനം സഹധർമ്മിണിയായിട്ടൊരു മദാമ്മയെ കൈക്കലാക്കി എന്നുള്ളതാണ്. ആ കഥ പറയുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ ഞാൻ. അതായത് ഒരു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ അതിൻ്റെ പരിസരത്തും സ്വിമ്മിംഗ് പൂളിലും ഒക്കെയാണ് ജോലി കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മദാമ്മമാരെ കണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലേക്ക് പോയി ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ഒരു കഥ. അത് ശരിയാണോ? ആ കഥ എന്താണ്? അത് ഒരു അബദ്ധം ഏത് പട്ടാളക്കാരനും പറ്റുമല്ലോ. ഞാൻ ക്യാബിൻസ് ക്ലീൻ ചെയ്യാനായിട്ടായിരുന്നു എന്നെ നിയോഗിച്ചത്. ഞാൻ നോക്കുമ്പോൾ നല്ല പൊളപ്പൻ ഈ മത്തി അടുക്കിയിട്ടിരിക്കുന്ന പോലെ നല്ല മദാന്മാർ ഇങ്ങനെ കിടക്കും. നമ്മൾ ആദ്യമായിട്ട് കാണുക. ഇത്രയും സൗന്ദര്യമുള്ളവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇത് കണ്ട് വണ്ടിയും തള്ളി നേരെ സ്വിമ്മിംഗ് പൂളിനകത്തോട്ട് പോയി.
നീന്തറിയാത്ത ഞാൻ ഈ സോപ്പും ചെരുപ്പും ടവലുമായിട്ട് കിടന്ന് പതച്ച് നീന്തി അവസാനം ഒരു മതാമ്മ വന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് ശ്വാസമൊക്കെ നൽകി. അതൊരു അനർഘ നിമിഷമായിരുന്നു. അത് അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായത് മദാമ്മ എന്നെ രക്ഷിക്കുകയും എന്റെ പണി പോകുകയും നല്ല സമയം നടന്നു. ഓ അങ്ങനെ കാരണം അവൻ പണി പോയി. കാരണം അവന് പിന്നെ സ്ഥലകാല ബോധം ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അത് ഗുണം ചെയ്തു. നമ്മൾ പിന്നെ എനിക്ക് ജോലി തപ്പാൻ നിർബന്ധിതനായി ഞാൻ കിട്ടുന്നത് അതിനേക്കാളും മെച്ചപ്പെട്ടൊരു ജോലിയിലേക്കാണ്. അതായത് ഒരു അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊമോഷൻ എക്സിക്യൂട്ടീവ്. അപ്പൊ അവിടുത്തെ ഈ എനിക്ക് എഴുത്ത് വശമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഈ പ്രൊമോഷണൽ കാര്യങ്ങളൊക്കെ എഴുതാനും എല്ലാ എംബസി പോയി കേക്ക് കൊടുത്തവരെയൊക്കെ അഭിവാദ്യം ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോകാനും ഒക്കെ ആയിട്ട് ഒത്തിരി ബന്ധങ്ങൾ സ്ഥാപിച്ചു. പബ്ലിക് റിലേഷൻസ് അന്ന് മുതലേ നമ്മുടെ ഒരു ഹരമായിരുന്നു. ആൾക്കാരുമായിട്ട് ഇന്നും അവരൊക്കെ നമ്മുടെ സ്നേഹവലയത്തിലുണ്ട്. ലോകമെമ്പാടും ഒത്തിരി ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ കൂട്ടാക്കാൻ സാധിച്ചു എവിടെ ജോലി ചെയ്താലും. അതെ, അപ്പൊ അങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് കരകയറി ഞാൻ പിന്നെ ഉന്നതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഞാൻ കണക്കാക്കി. ഈ മറ്റേ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അത് ഹോട്ടൽ മുതലാളിയാണെന്നുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലാണല്ലോ മദാമ വീഴുന്നത്. അതെങ്ങനെയാ അത് സാധിച്ചത്? അതെങ്ങനെ സാധിച്ചെടുത്തേ? അത് ഒന്നാമത്തെ കാര്യം, ഈ ദിഷ്ദാഷ് അറബി ഉടുപ്പൊക്കെ ഇട്ടാണ് ഞാൻ വിസ എടുത്തു കൊടുക്കുമായിരുന്നു. ഒത്തിരിയും അന്ന് എൻ്റെ ഒരു സുഹൃത്തിൽ പെട്ട ഒരാളായിരുന്നു നമ്മുടെ പഴയ MLA സുജനപാൽ, കോഴിക്കോട് MLA. അദ്ദേഹത്തെ പോലും നമ്മളവിടെ വിസ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട്. കുവൈറ്റ് സന്ദർശിക്കാൻ വരുന്ന ആർക്കും നമ്മൾ അഭയം നൽകും, അവരെ നമ്മൾ പരിപാലിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കാണുന്നുണ്ട്. പുള്ളിക്കാരത്ത് നോക്കുമ്പോൾ ഞാൻ വലിയ വലിയ ആൾക്കാരും ഒക്കെ ഡീൽ ചെയ്യുന്നു, വണ്ടികളുണ്ട്. അപ്പം അവിടെ വരുന്ന അപ്പം നമ്മളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണ്. നമ്മൾ വലിയ ആളാണെന്നും അതുപോലെ നമ്മുടെ ആധികാരികമായിട്ടാണ് സൗദിയിൽ നിന്നൊക്കെ വരുന്ന അറബികളോട് ഒരു ആധികാരികമായിട്ട് പറയുന്നു. അപ്പൊ അവിടെ നമുക്ക് റൂം കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ബൽദിയ ചെക്ക് ചെയ്യുന്നു, ഇനിയാള് കല്യാണം കഴിച്ച ആളാണോ, മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രസന്റ് ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ അവര് ഫിലിപ്പീനോസിനൊക്കെ ആയിട്ട് വന്നു നമ്മൾ റിജക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതിനൊക്കെ നമുക്ക് ആ ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ എക്സിക്യൂട്ടഡ് ദ പവർ. അപ്പൊ അത് കാണുമ്പം വീഴാത്തവനും വീഴും. അതുപോലെയായിരുന്നു നമ്മുടെ പ്രകടനം. അങ്ങനെ മലയാളികളൊക്കെ പല പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ. സിനിമ നടന്മാരെയൊക്കെ നമ്മളവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉള്ള അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഏത് അവസരത്തിൽ നമ്മൾ പെടുന്നു അവിടെ നമ്മൾ അങ്ങ് കയറി ഷൈൻ ചെയ്യാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരി കല്യാണം കഴിക്കണം എന്ന് പറയുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും ആഗ്രഹം മനസ്സിലുണ്ടല്ലോ. അമേരിക്കയാണ് ഒരു സ്വപ്ന നാട് അല്ലെ, ദ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ലാൻഡ് ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് പുള്ളിക്കാരത്തേക്ക് എന്നെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ ഫാദറിനോട് ഇങ്ങനെ എൻ്റെ ഇഷ്ടം പറയുന്നു. ഫാദർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ വാ. അപ്പൊ അങ്ങനെ നാട്ടിൽ വന്ന് നമ്മുടെ അതിരമ്പുഴ പള്ളിയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ കുർബാനയൊക്കെ ചൊല്ലിയാണ് ഞങ്ങളുടെ വിവാഹമൊക്കെ നടന്നത്. വളരെ ഭംഗികരമായിട്ട് അതെല്ലാം നടന്നു. എല്ലാം മംഗളകരമായിട്ട് എല്ലാം ഞാൻ ചെയ്യുമ്പോഴെല്ലാം ഓക്കെ ആയിരിക്കും, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും, ലെജിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ആ പേപ്പർ കൊണ്ട് കാണിച്ചു അതെല്ലാ പത്രങ്ങളിലും നിറഞ്ഞ. അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ല, എന്റെ ഭാഗ്യം. അന്ന് യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല. അന്ന് മംഗളമനൊക്കെ കോട്ടയം ഒരു അക്ഷരനഗരിയാണല്ലോ, എല്ലാ പത്രക്കാരും വന്നായിരുന്നു. അന്ന് വിളിക്കാതെ തന്നെ ഒരു 1000 പേര് കല്യാണത്തിനുണ്ടായിരുന്നു. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ആരാന്നൊക്കെ. നമ്മുടെ ആളാന്ന് ഞാനങ്ങ് കാച്ചി. കാരണം ഇതിപ്പോ ആരാന്ന് എനിക്കും അറിയത്തില്ല. ഇദ്ദേഹത്തിനിടയ്ക്ക് പരിചയപ്പെടുന്നുണ്ടായി, ഇന്നടത്തെയാണ്. പക്ഷെ എന്നാലും 1000 പേരെ നമ്മൾ വിളിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം കല്യാണം പോലെ എല്ലാവർക്കും എല്ലാം തികഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇനി വേറെ ഒന്നും പോകേണ്ടി വന്നില്ല. എല്ലാവരും ഉള്ളതുകൊണ്ട് വലിയൊരു ജനാവലിയെ തന്നെ സാക്ഷ്യം നിർത്തിയാണ് നമ്മുടെ ആദ്യത്തെ കല്യാണം നടന്നത്. എന്നിട്ട് അമേരിക്കയിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കുന്നു. അമേരിക്കയിലേക്ക് പറന്നു. നമ്മൾ അവിടുന്ന് നേരെ, അതും എന്റെ ഒരു ഭാഗ്യം നോക്കണേ, 9/11 നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിസയൊക്കെ അടിച്ചു കിട്ടി. കാരണം ആ ട്വിൻ ടവേഴ്സ് അടിക്കുന്ന സമയത്താണ് ഇവിടെ എന്റെ ആ ഒരു പ്രിപ്പറേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഡിലേ ഒക്കെ വന്നായിരുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ അമേരിക്കയിലേക്ക് കിടക്കുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാണ് പുതിയ അധ്യായം തുടങ്ങിയാണ്. അമേരിക്കയിൽ നമ്മുടെ സ്വപ്ന നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം മനോഹരമായിരിക്കും. ഇത് എന്തോ ഒരു അമ്പര ചുംബികളുടെ നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് കരുതിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ ഇതൊരു അമേരിക്കയിലെ അട്ടപ്പാടിയായ അലബാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചെന്ന് എത്തിയത്. അപ്പൊ ഞാൻ ഓർത്തു ഇതിലും ഭേദം അതിരുമ്പോൾ തന്നെയായിരുന്നു ഓർത്ത നിമിഷങ്ങളുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരി ഈ കല്യാണമൊക്കെ കഴിച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ പിന്നീടാണ് മനസ്സിലാക്കണേന്നുള്ളത് മനസ്സിലായി. എങ്കിലും അവിടെ ചെന്നെത്തുമ്പോൾ അവരുടെ ഒരു ചുറ്റുപാടൊക്കെ എന്തായിരുന്നു? ആ കഥ എന്ന് പറയും. ഇവിടെ അമേരിക്കയിൽ എപ്പോഴും വീട് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ എന്നെ കാണാൻ നാട്ടിൽ വന്നപ്പം വീടൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ പവർ നമുക്കെല്ലാം കട്ട് ഓഫ് ചെയ്യാം, യൂട്ടിലിറ്റീസ് എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പം വെള്ളമില്ല, കറണ്ടും ഇല്ല,
ആകെ നാശകോശം. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അമേരിക്കയിലാണ്. പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓർക്കാം, വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ ടാപ്പിൽ വെള്ളമില്ല. ഞാൻ വിചാരിച്ചു മോട്ടർ അടിക്കാനായിട്ടായിരിക്കുന്നത്, അവിടെ ഉണ്ടോ മോട്ടർ. ഞാൻ അടുത്ത വീട്ടിലെ ഒരു അമ്മച്ചിയെ ചെന്ന് കാണുമ്പോൾ അമ്മച്ചി, നമുക്ക് ഈ ഇംഗ്ലീഷ് അറിയാവുന്ന പറഞ്ഞാൽ ആത്മവിശ്വാസം ഇച്ചിരി കൂടുതലാണ്. അമ്മച്ചി, എന്നാ ഉണ്ട്, ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ, ഇച്ചിരി വെള്ളം എടുത്തോട്ടെ. അതിനെന്നാ മോനെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കയറ്റി കുളിപ്പിക്കുന്നു. നമുക്ക് ഭയങ്കര സദാചാര മര്യാദയുണ്ട്. അപ്പൊ ഞാനിത് കഥയൊക്കെ വന്ന് ഇവിടെ വന്ന് തിരിച്ചു വന്നപ്പം എന്റെ പുള്ളിക്കാരി വിശ്വസിക്കുന്നില്ല. കാരണം അവരെന്നെ 3 വർഷമായിട്ട് മിണ്ടിയിട്ട് പോലും ഇല്ല. നീ എങ്ങനെയെന്ന് അവരെയൊക്കെ പരിചയപ്പെടുന്നു. അപ്പൊ അതാണ്, നമ്മൾ ഒരാളോട് സ്നേഹവായ്പോടെ മിണ്ടിക്കഴിഞ്ഞാൽ തുറക്കാത്ത വാതിൽ ഞാൻ തുറപ്പിക്കും എന്നുള്ളതാണ്. അതിനകത്ത് പുള്ളിക്കാരി എന്നിട്ട് പിന്നെ ഞങ്ങൾ കൂട്ടായി. ഞാൻ പുള്ളിക്കാരുടെ പുല്ലൊക്കെ വെട്ടി കൊടുക്കുമായിരുന്നു. അധികം നാൾ വേണ്ടി വന്നില്ല. ഞാനപ്പം നല്ല മേച്ചിൽപ്പുറം തേടി ഞാൻ പോകേണ്ടി വന്നു. കാരണം അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലവും പിന്നെ നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ പട്ടാളത്തിൽ കയറ്റാനുള്ള ഒരു ഇതൊക്കെ കൊടുത്തു. പക്ഷെ ഭാഷ പോയിട്ട് ഞാൻ പൗരനല്ലാഞ്ഞ കാരണം അവർ പറഞ്ഞു, ഇത് ഭാഷ കൈകാര്യം ചെയ്യുന്ന തസ്തികയിൽ ജോലിയാണെങ്കിൽ ക്ലിയറൻസ് വേണം. അത് ടോപ്പ് സീക്രട്ട് ക്ലിയറൻസിന് പല ലെവലുകളുണ്ട്. അപ്പൊ അങ്ങനെ അവര് ഒരു കാര്യം, നീ ഇപ്പൊ തൽക്കാലം അത്യാവശ്യമുള്ളൊരു പണി ഈ ആകാശമോഷത്തിൽ നിന്ന് ചാടുന്ന പണിയാന്ന് പറഞ്ഞു. ഞാനൊരു തെങ്ങെ പോലും കയറാത്തൊരു മാവേന്ന് വീഴാത്ത ഞാൻ അവസാനം പ്ലെയിനിൽ നിന്ന് ചാടുന്ന പണിയെടുത്ത് ജീവിക്കുന്നു. അത് ഭയാനകമായിരുന്നു. എങ്കിലും ഞാൻ വീണ്ടും പറഞ്ഞ പോലെ നമ്മളെ ട്രെയിൻ ചെയ്താല്, മനസ്സിനെയും ശരീരത്തെയും ട്രെയിൻ ചെയ്താൽ ലോകത്തിൽ എന്ത് പണിയും ചെയ്യാമെന്ന് നമ്മൾ വിശ്വസിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഈ പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടുന്നത്, പ്ലെയിനിൽ നിന്ന് ചാടുന്നത് ആദ്യത്തെ പുഷ് എന്ന് പറയുന്ന ആരോ പിടിച്ച് തള്ളിയതെന്നാണ് സന്തോഷേട്ടൻ പറഞ്ഞു കേട്ടത്. സത്യമാണോ അത്? അത് സത്യമാണ്. കാരണം നമ്മൾ ചാടിയില്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകും. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ചാട്ടം ബ്ലോക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ ആ വാതിക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ജം മാസ്റ്റർ കാലിനൊരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടി. കാരണം ഇവൻ, എന്റെ പേര് ആലഞ്ചേരി AR എപ്പോഴും ഫ്രണ്ടിൽ പോയി നിൽക്കും. അപ്പൊ ഇവൻ ചാടുന്നില്ല. കാരണം ഞാൻ അങ്ങോട്ട് ആയുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇരട്ടി കാറ്റെടുത്ത് ഇങ്ങോട്ട് നമ്മൾ അകത്തോട്ട് കയറ്റുക. ജം മാസ്റ്റർ നോക്കി ഇവന് പേടിയാണോ അതോ കാറ്റാണോ, ഒരൊറ്റ തൊഴി നമ്മൾ പുറത്ത് കിടന്നു. പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് വലിയ കനമൊന്നും ഇല്ലാഞ്ഞ കാരണം എന്റെ പതനം വളരെ ശാന്തമായ ഒരു വീഴ്ചയായിരുന്നു. പക്ഷെ അതിന് മുമ്പുണ്ടായെന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചാട്ടത്തിൽ നമ്മുടെ ശരീരത്തിന് 120 പൗണ്ട്സേ ഉള്ളായിരുന്നു. 120 പൗണ്ട് എന്ന് പറയുന്നത് എത്രയാണോ അത്രയും. അപ്പൊ അത് ലൈറ്റ് വെയിറ്റ് ആയിരുന്ന കാരണം ഞാൻ ആകാശത്തിൽ ഇച്ചിരി പാറി നടന്ന താഴെ വന്നു. അപ്പൊ എനിക്ക് ശേഷം ചാടിയവർ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുക. അപ്പൊ ജം മാസ്റ്ററിന് ഒരു കാര്യം മനസ്സിലായി, ഇവന്റെ റക്സാക്കില് 2-3 കല്ലിടാതെ ഇവൻ താഴെ പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നില്ല. ഒരാളെ ചാടി പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അമേരിക്കൻ സൈന്യത്തിന്റെ ലക്ഷ്യം. അല്ലാണ്ട് ആകാശത്തിൽ കൂടെ നിന്ന് കാഴ്ച കാണുകയല്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പാറക്കഷ്ണമായിട്ട് നമ്മളെ ചാടിച്ചു തുടങ്ങി. കാരണം കനക്കുറവാ. ഇവിടെ ഉള്ളവന്മാരെ കട്ടിക്കാലന്മാരെ 7 അടി പൊക്കവും ഒക്കെ ആയിട്ടില്ലേ. ഞാനായിരുന്നു അതിൽ ഏറ്റവും മെലിഞ്ഞവൻ. പക്ഷെ ഈ മെലിഞ്ഞുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. ഈ മറ്റേ മുള്ളുവേലിക്ക് ഇടവഴി അഴയാനും ഒത്തിരി ഈ ലോ ക്രോളിനൊക്കെ നമുക്ക് ഇവിടുത്തെ ഒത്തിരി ഒബ്സ്റ്റക്കിൾ കോഴ്സുകൾക്കൊക്കെ ഞാനായിരുന്നു. അപ്പൊ പല കാര്യത്തിലും നമ്മൾ മിടുക്കനായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ അവരെന്നെ വളരെ ഭയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവൻ എന്തിനാണ് ചേർന്നതെന്നായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻ. എന്റെ മിഡിൽ നെയിം മാത്യു, അത് മാത്രമേ അവർക്കൊരു ഇച്ചിരിയെങ്കിലും പൊരുത്തമുള്ളൂ. ബാക്കിയെല്ലാം സിറിയക് മാത്യു ആലഞ്ചേരിൽ നിന്നായിരുന്നു എന്റെ ഫുൾ നെയിം. അല്ല, അവിടെ പോയിട്ട് ഈ അലൻ മാറ്റേഴ്സ് ഒന്നും അപ്പം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ലില്ല, അലൻ മാറ്റേഴ്സ് മാറ്റാൻ കാര്യം, ഞാൻ ഹോളിവുഡിൽ വന്നപ്പം നമ്മുടെ ഈ പേര്, ഒന്നാമത്തെ കാര്യം അതിന് 2 കാരണങ്ങളുള്ളത്. ഒന്ന്, ഈ സിറിയക് ആലഞ്ചേരി എന്നുള്ള പേര് ഞാൻ ഇവിടുത്തെ മിലിറ്ററി ഇന്റലിജൻസിൽ ഉപയോഗിച്ചു. കാരണം അത് അവർ ഉപയോഗിക്കരുതെന്ന് എന്റെ കമാൻഡർ പറഞ്ഞു. കാരണം അത് എന്റെ പേരിലാണ് പല ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ലീഗലി പോസിബിൾ അല്ല. പിന്നെ അതൊരു സ്റ്റേജ് നെയിം വേണമായിരുന്നു. സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡില് നമ്മൾ ഒരു അപരനാമധേയത്തിലാണ് നമ്മൾ അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടല്ലോ. അപ്പം ആലഞ്ചേരിയുടെ അലനും മത്തായിയുടെ മാറ്റേഴ്സും കൂടെ കൂട്ടി ഒരു പേര് അങ്ങോട്ട് ഉണ്ടാക്കി, അലൻ മാറ്റേഴ്സ്. അങ്ങനെയാണ് അലൻ മാറ്റേഴ്സ് ഉണ്ടാകുന്നത് ക്രിയേറ്റീവ് ആയിട്ട്. പിന്നെ അപ്പൊ 2 കാരണങ്ങളാണ്. ഒന്ന്, എന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ സൈന്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ അമേരിക്കൻ സൈന്യത്തിൽ കയറി കൂടുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അതും പുറത്തുനിന്നുള്ള ഒരാൾ അതിനകത്തേക്ക് വരിക എന്ന് പറയുന്നതും, അതും ഇങ്ങനെയൊക്കെ ഹോട്ടലിലൊക്കെ പണിയെടുത്ത് നടന്ന് അച്ഛനാവാൻ പോകുന്ന ഒരാൾ അമേരിക്കൻ സൈന്യത്തിലെത്തിയിട്ട് പോയിട്ട് വാറിലൊക്കെ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായൊരു കഥയാണ്. അതെ, സന്തോഷം. അത് രജനീഷ് അതിന്റെ കാര്യം. ഇപ്പൊ രജനീഷിന് ഞാൻ ഒരു കോക്പിറ്റിൽ, ഒരു പ്ലെയിനിന്റെ കോക്പിറ്റ് കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടൺസ് എല്ലാം കാണും, നമ്മൾ ഞെട്ടും. നമുക്ക് ഇപ്പം ഒരു ആനയുടെ കണ്ണു പോലെയാ. ആനയ്ക്ക് അറിയത്തില്ല ആനയുടെ സൈസും തീരേണ്ടത്. അപ്പൊ എനിക്ക് വലിയ ഇഗ്നോറൻസ് ഈസ് ബ്ലിസ് എന്ന് പറയുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അവിടെ ചെന്ന് ഈ 18 വയസ്സുള്ള പിള്ളേരൊക്കെ കഴിഞ്ഞ 6 മാസമായിട്ട് അമേരിക്കൻ വാർ മൂവീസ് ഒക്കെ കണ്ട് ഭയങ്കര വലിയ വലിയ പ്രിപ്പറേഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇവരുടെയൊക്കെ 10-40 തോക്കുള്ള വീട്ടിൽ നിന്ന് അവർ വന്നത്. ഞാൻ ആ പടെ പാല NCC വെച്ച് ഒരു
ചെറിയൊരു തോക്കലാണ്ട് ഒരു ഫയറിംഗ് റേഞ്ചിലേ പോയിട്ടുള്ളൂ. അതെ അതെ പിന്നെ നമ്മുടെ ഇച്ചാച്ചനൊക്കെ മറ്റേ അണ്ണാനൊക്കെ വെടിവെച്ചിട്ടുണ്ട് ഈ നിറയ്ക്കുന്ന തോക്ക്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനിക വെപ്പൺസ് ഉള്ള ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ വിടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഞെട്ടിപ്പോയി. പക്ഷെ നമ്മൾ ഞെട്ടൽ പുറത്ത് കാണിക്കാവോ? നമ്മളിപ്പോ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കില്ലേ? നമ്മൾ ആരെന്നാ പറഞ്ഞാലും ഈ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയെന്നാണെന്നും നമുക്ക് കിട്ടിയിട്ടുമില്ലെന്നും നമുക്കല്ലേ അറിയത്തുള്ളൂ. ഫ്രണ്ടിൽ നിൽക്കുന്നവനൊന്നും അറിയത്തുമില്ല. അപ്പോൾ നമുക്ക് കുറെയൊക്കെ നമ്മുടെ പ്രകടനമാണ് കേട്ടോ. ഈ നമ്മൾ ഈ 7ാം ക്ലാസ് മുതൽ ഞാൻ സെന്റ് വിൻസെന്റ് പാല സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ നടനം ഈ അതൊക്കെ നമ്മൾ ബീങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദാറ്റ് മൊമെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇപ്പൊ പട്ടാളത്തിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കാഞ്ഞ ഒരു കണക്കിന് നന്നായി. ഇത്രയും ഭയാനകമായിരുന്നു പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. ഇപ്പൊ പ്ലെയിനിൽ നിന്നൊക്കെ എടുത്ത് ചാടണം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുന്ന പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് പോയില്ല. ഇത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഫോർമാറ്റ് ചെയ്ത് നമ്മൾ റീമോൾഡ് ചെയ്യാം. ദേ ഓൾവേസ് സേ ദാറ്റ് ദേ ബ്രേക്ക് യു ഡൗൺ ആൻഡ് ബിൽഡ് യു. ആ ഒരു 9 ആഴ്ച കൊണ്ട് അതിപ്പോ ഇപ്പൊ രജനീഷിന് ഇവിടെ അമേരിക്കൻ പട്ടാളത്തിൽ ചേർന്നാലും ഞാൻ ഗ്യാരണ്ടി തരാം 9ാമത്തെ ആഴ്ച രജനീഷ് ഒരു ഭയങ്കര പട്ടാളക്കാരനായിട്ട് പുറത്തു വരും.